أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. നമ്മൾ മുഅറബ് എന്താണ്, മബിനി എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. മുഅറബ് എന്ന് പറഞ്ഞാൽ ആമിലുകൾ പ്രവേശിക്കുന്നത് കാരണമായി അവസാനം വ്യത്യാസം വരുന്നതിനാണ് മുഅറബ് എന്ന് പറയുക. വോയിസ് സ്റ്റക്ക് ഉണ്ടാവും. ആമിലുകൾ പ്രവേശിച്ചത് മാറുന്നതിനനുസരിച്ച് അവസാനം വ്യത്യാസം വരാത്തതിനാണ് മബിനിയ് എന്ന് പറയുക. അപ്പോൾ മുഅറബിനെ കുറിച്ച് നമ്മൾ കൂടുതൽ വിശദീകരിച്ച് ശേഷം പറയും. മബിനി വളരെ മാറ്റമില്ലാത്തത് വളരെ കുറവായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് ആദ്യം ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ഒന്നാമത്തത് പറഞ്ഞു. എന്ത് കസറിൻ്റെ മേൽ എന്താവും അല്ലേ, കസറിൻ്റെ മേൽ മബിനിയാകുന്നത് പറഞ്ഞു. 4 കിസ്മുകളാണ് മബിനി. ഒന്ന് കസറിൻ്റെ മേൽ മബിനിയാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? പറഞ്ഞത് ഹ ഉലായി എന്ന് പറഞ്ഞു. അതൊന്നുകൂടി ഒന്ന് പറയാം. വല്ലർബുസാനി ഇവിടെ നിട്ടോ, കണ്ടില്ലേ? വല്ലർബുസാനി രണ്ടാമത്തെ ഇനം മബിനിയുൻ, മബിനിയാണ്. രണ്ടാമത്തെ ഇനം മബിനിയാണ്. ഒന്നാമത്തത് മുഅറബാണ്, രണ്ടാമത്തത് മബിനിയാണ്. ഇസ്മുകളെ കുറിച്ച് നമ്മൾ അതിനെ തരംതിരിക്കുകയാണ്. ഇസ്മിനെ 2 ഐറ്റമായിട്ട് നമുക്ക് തിരിക്കാം. മുഅറബ്, മബിനി. ഇസ്മിനെ വേറെ രൂപത്തിലും തിരിക്കാം, അങ്ങനെയൊക്കെ തിരിക്കാം. നമ്മളിപ്പോൾ നമ്മളെ തന്നെ കോഴിക്കോട്ടുകാരായിട്ട് തിരിക്കും, അതുപോലെ കേരളക്കാരായിട്ട് തിരിക്കും, അതുപോലെ മുസ്ലിങ്ങളായിട്ട് തിരിക്കും, പുരുഷന്മാരായിട്ട് തിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരേ തന്നെ പല ഐറ്റത്തിലും പല രൂപത്തിലും പല കാറ്റഗറിയിലും വരാം. രണ്ടാമത്തെ ഇനം മബിനിയുൻ, മബിനിയാണ്. വഹുവ മബിനിയ് എന്ന് പറഞ്ഞാൽ, മബിനിയ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്, ഒരു പദമാണ്. യകൂനു ആ പദമാവും ബിഖിലാഫിഹി മുഅറബിന് എതിരാകും, മുഅറബിന് എതിരാകും. അത്ര മുഅറബിന് എതിരാകും എന്ന് പറഞ്ഞാൽ മുഅറബിനോട് നേരെ ഓപ്പോസിറ്റ് ഉള്ളതിനാണ് മബിനി എന്ന് പറയാം. അപ്പോൾ നമ്മൾ അതിനെ വിശദീകരിക്കുകയാണ്. ഫഹുവ മബിനിയ് എന്ന് പറഞ്ഞാൽ മാ ഒരു പദമാണ്. മാ എന്ന് പറഞ്ഞാൽ ഒന്നാണെന്ന് പറഞ്ഞാൽ ഒരു പദമാണ്. എങ്ങനെയുള്ള പദമാണ്? ലാ യതഗയ്യറു ആഖിറുഹു, ആ പദത്തിന്റെ അവസാനം വ്യത്യാസം വരുകയില്ല. ബിസബബി ദാഖിലി അലൈഹി, അതിൻ്റെ മേൽ പ്രവേശിച്ചതിൻ്റെ കാരണം, അതിൻ്റെ മേൽ പ്രവേശിച്ചു വരുന്ന ആമിലുകൾ കാരണം അവസാനത്തിൽ വ്യത്യാസം വരാത്തതിനാണ് മബിനിയ് എന്ന് പറയുക. വ്യത്യാസം വരുന്നതിനാണ് മുഅറബ് എന്ന് പറയുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? വല്ലർബു സാനി മബ്നിയുൻ വഹുവ മാ യകൂനു ബിഖിലാഫിഹി ഫഹുവ മാ ലാ യതഗയ്യറു ആഖിറുഹു. മേലെ കാണാം മാ യതഗയ്യറു ആഖിറുഹു എന്ന് കാണാം. ഇവിടെ മാ ലാ യതഗയ്യറു ആഖിറുഹു, അവിടെ മാറ്റം വരും, ഇവിടെ മാറ്റം വരില്ല. ബിസബബി ദാഖിലി അലൈഹി. സുമ്മ പിന്നെ ഒന്ന് മാറ്റം വരാത്തതിനെ നമ്മൾ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഹുവ ഈ മബ്നിയെ അല അർബഅത്തി അഖ്സാമിൻ, 4 ഓഹരികളാണ്. അഹദുഹ ആ 4 ഒന്ന് മാ യുബ്ന അലൽ കസ്രി, കസ്റിന്റെ മേൽ മബ്നിയാക്കപ്പെടുന്ന പദമാണ്. ഒന്നെന്താണ്? കസ്റിന്റെ മേൽ മബ്നിയാക്കപ്പെടുന്നത്. അപ്പൊ അതെപ്പോഴും കസ്റായിരിക്കും. അതിന്റെ മുമ്പ് ഏത് ആമില് വന്നാലും, റഫ് ചെയ്യുന്ന ആമില് വന്നാലും, നസ്ബ് ചെയ്യുന്ന ആമില് വന്നാലും, ജറ് ചെയ്യുന്ന ആമിൽ വന്നാലും ഒക്കെ അതെന്തായിരിക്കും? കസ്റിനെ നിർബന്ധമാക്കുന്ന
കസറിൻ്റെ മേൽ എടുക്കപ്പെടുന്നതായിരിക്കും. ഏതുപോലെ ക ഹ ഉലായി, ഹ ഉലായി എന്നതുപോലെ. ഹ ഉലായി അത് റഫിൻ്റെ അവസരത്തിലും നസ്ബിൻ്റെ അവസരത്തിലും ജറിൻ്റെ അവസരത്തിലും ഒക്കെ ഹ ഉലായി തന്നെ ആയിരിക്കും. സൈദുൻ, സൈദൻ, സൈദിൻ എന്ന് മാറുന്നത് പോലെ ഹ ഉലായിക്ക് മാറ്റമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയാ എന്താണ് ഇവൻ ഹൗലായി പോലെ എന്ന് ചോദിക്കും. അതായത് എന്ത് സംഭവം ഉണ്ടായാലും കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്തു കുലുങ്ങൂല എന്ന് പറയണ പോലെ ഒരു മാറ്റമില്ലാതെ തുടരുന്ന ആൾക്കാർ നമ്മൾ ഹൗലായി എന്ന് പറയാം. മാറ്റം വേണമല്ലോ മനുഷ്യന്മാർക്ക്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വേണം. ലോകത്തിന് മാറ്റമുണ്ട്, മനുഷ്യന്മാർക്ക് മാറ്റമുണ്ട്, എല്ലാത്തിനും മാറ്റമുണ്ട്. മാറ്റമില്ലാത്ത ഒരു വസ്തുവില്ല. അപ്പോൾ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യണം? ഇത് മാറൂല. ഹൗലായി എന്നുള്ളത് ഒരിക്കലും മാറൂല. അതങ്ങനെ തന്നെ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി നമ്മൾ 2-3 ഉദാഹരണം പറയട്ടോ. ഈ 2-3 ഉദാഹരണത്തിൽ ചിലർ പറഞ്ഞിട്ടുണ്ട് അത് കസറിന്റെ മേൽ മബിനിയാണ്, എന്നാൽ മറ്റു ചിലർ പറഞ്ഞു അത് കസറിന്റെ മേൽ മബിനി അല്ല, മുഅറബ് തന്നെയാണ്. മനസ്സിലാണ്ടോ? നമ്മൾ പറയാൻ പോകുന്ന ഇപ്പൊ ഹൗലായി, ഹൗലായി എന്നുള്ളത് ആരും അത് മുഅറബാന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? വലാ ഖിലാഫ ഫീ ലുസൂമിൽ കസ്രി ഫീഹി, വലാ ഖിലാഫ, അഭിപ്രായ വ്യത്യാസം ഇല്ല, അഭിപ്രായ വ്യത്യാസമില്ല ഫി ലുസൂമിൽ കസ്രി ഫീഹി, അതിൽ കസ്ർ നിർബന്ധമാണ് എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമല്ല. എല്ലാവരും നഹ്വിലെ പണ്ഡിതന്മാർ മുഴുവനും, നമ്മൾ ഫിഖിലെ പണ്ഡിതന്മാരെ പോലെ മസ്അലയിലും മദ്ഹബിലൊക്കെ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഫിഖില് ഷാഫി ഫിഖ്, ഹനഫി ഫിഖ് എന്നൊക്കെ പറഞ്ഞ പോലെ, അതേപോലെ അറബിക്കിലും ചില കൊളോക്കിയലായിട്ടുള്ള നമ്മൾ ഒരു സെക്കൻഡ് കേട്ടോ, ഒറ്റ സെക്കൻഡ്. ഇൻഷാ അല്ലാഹ്. അപ്പോ ഹൗലാഇ എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷാഫിഈ മദ്ഹബ്, ഹനഫി മദ്ഹബ്, ഹംബലി മദ്ഹബ് എന്ന് പോലെ നഹ്വിലും അഭിപ്രായങ്ങളുണ്ട്, മദ്ഹബുകളുണ്ട്. കൂഫക്കാര്, ബസറക്കാര് എന്നാ പറയാം. കൂഫക്കാര്, ബസറക്കാര് എന്നാണ് അവരെ കുറിച്ച് പറയാം. ഹലോ. അപ്പോ നമ്മൾ പൊതുവെ ബസറക്കാരെ കൂടെയാണ് ഉണ്ടാവില്ലേ. നമ്മൾ പൊതുവെ നമ്മുടെ നഹ്വിന്റെ ഉസ്താദന്മാരൊക്കെ ബസറക്കാരെ നിയമം അനുസരിച്ചാണ് പറയാറ്. അതുപോലെ ബനൂ തമീം എന്ന് പറഞ്ഞൊരു ഗോത്രമുണ്ട്, അഹ്ലുൽ ഹിജാസുകാരുണ്ട്. അപ്പം നമ്മൾ അവര് അഹ്ലുൽ ഹിജാസിന്റെ അഭിപ്രായങ്ങളാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കാറ്. ബനൂ തമീമുകാർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗോത്രമുണ്ട്. അവർക്ക് ചില വെറൈറ്റികളുണ്ട്. നമ്മളിപ്പോൾ മലയാളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ചില രൂപങ്ങൾ ഉപയോഗിക്കുമല്ലോ അല്ലേ. ചില വാക്കുകൾ ചില നാട്ടിലുള്ള ആളുകൾക്കേ മനസ്സിലാവൂ. അങ്ങനെയൊക്കെയുള്ള വെറൈറ്റികൾ അറബി ഭാഷയിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്ന് പറയും. അപ്പം കളർ എന്നുള്ള ഒരു പദം, നിറം, അത് നമ്മളുടെ സ്പെല്ലിങ് സ്കൂളിൽ പഠിച്ചത് COLOUR എന്നാണ്. കളർ അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. നേരെ മറിച്ച് അമേരിക്കൻ ഇംഗ്ലീഷിൽ COLOR എന്നാ, യു ഇല്ല അവിടെ. അതൊന്നുകൂടി എളുപ്പം അമേരിക്കൻ ഇംഗ്ലീഷാണ് സ്പെല്ലിംഗ് അനുസരിച്ച്. പ്രോഗ്രാം എന്ന് എഴുതുമ്പോൾ നമ്മൾ അവസാനം ലാസ്റ്റ് ഒരു MME എന്ന് കൊടുക്കലുണ്ട് സാധാരണ. MME അതാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. അമേരിക്കൻ ഇംഗ്ലീഷിൽ പ്രോഗ്രാം എന്നുള്ളതിന് ഒരു M മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ ഇംഗ്ലീഷിൽ ഓരോ ഭാഷയിലും ഉണ്ട്, അങ്ങനെ ഓരോ ഭാഷയിലും അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അതേപോലെ അറബി ഭാഷയിലും ചില ഗ്രാമർ പരമായ, ഇവർ മതപരമായ വിശ്വാസത്തിലൊന്നും കുഴപ്പമില്ല, ഗ്രാമർ പരമായ കാര്യങ്ങൾക്ക് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസം പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി പറയാൻ പോകുന്ന ഉദാഹരണങ്ങളിൽ ചിലർ അത് കസറിൻ്റെ മേൽ മബനിയാണ് എന്ന് പറയും, ചിലർ പറയും അത് കസറിൻ്റെ മേൽ മബനി അല്ല, മുഅറബാണ്. ചിലർ പറയും അത് ഇങ്ങനെയാണെങ്കിൽ മുഅറബാണ്, ഇങ്ങനെയാണെങ്കിൽ മബനിയാണ്. അപ്പോൾ ആ അഭിപ്രായം നമുക്കൊന്ന് പറഞ്ഞു പോവുകയാണ് ഇവിടെ. അപ്പോൾ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഹൗലാഇ എന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതെല്ലാവരും പറയുന്നത് ഫി ലുസൂമിൽ കസ്രി ഫീഹി, ഹൗലാഇയിൽ കസ്ർ ലാസിമാണ് എന്ന വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഓക്കെ ആണോ? വകദാലിക,
അതുപോലെ തന്നെ ഹൗലായി പോലെ തന്നെയാണ് യൽസമുൽ കസ്റു, കസ്ർ ലാസിമാകും, കസ്ർ നിർബന്ധമാകും. ഫി നഹ്വി ഹദാമി, ഹദാമി പോലോത്തതിൽ, വ ഖതാമി, ഖതാമി പോലോത്തതിൽ. ഹദാമി പോലോത്തതിലും ഖതാമി പോലോത്തതിലും കസ്ർ നിർബന്ധമാകും. അപ്പൊ അതും കസ്റിന്റെ മേൽ മബനിയാണ് എന്നർത്ഥം. എങ്ങനെയുള്ള ഹദാമി ഖതാമിയാണ്? മിനൽ അഅലാമിൽ മുഅന്നസതി, സ്ത്രീകൾക്കുള്ള പേരായ, സ്ത്രീകൾക്ക് വെക്കുന്ന പേരാണ് ഈ ഹദാമി. നമ്മൾ പാത്തുക്കുട്ടി, കതിയക്കുട്ടി എന്നൊക്കെ വെക്കൂലേ, അതേപോലെ അറബിയില് ഹദാമി ഖതാമി എന്ന രൂപത്തിൽ, എന്ന വസ്നിൽ പേരുകൾ വെക്കും. അങ്ങനെ വരുന്നതും എന്തെന്നെയാണ്? കസ്റിന്റെ മേൽ മബനിയാണ്. അല്ലത്തി അലാ വസ്നി ഫആലി, ഫആലി എന്ന വസ്നിക്ക് വരുന്ന കണ്ടോ, ഫആലി, ഹദാമി, ഖതാമി, കണ്ടോ ഫആലി എന്നുള്ള വസ്നിക്കാണല്ലോ അത് വരുന്നത്. ഫആലി, ഹദാമി, ആ രൂപത്തിൽ വരുന്ന സ്ത്രീലിംഗം പേരുകൾ, പെണ്ണുങ്ങൾക്കുള്ള പേരുകളാകുന്ന ഹദാമിയും ഖതാമിയും ഒക്കെ കസ്ർ നിർബന്ധമാക്കുന്നതാണ്. ഓക്കെ ആണോ? ഉദാഹരണം പറയാം. ഇതിപ്പോ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒന്ന് കസ്റിന്റെ മേൽ മബനി, ഒന്ന് ഫത്തഹിന്റെ മേൽ മബനി, ഒന്ന് ലമ്മിന്റെ മേൽ മബനി, ഒന്ന് സുക്കൂന്റെ മേൽ മബനി. അതിന് ഓരോ ഉദാഹരണം പഠിച്ചു പോയാൽ മതി. പക്ഷെ ഇപ്പൊ നമ്മളൊരു ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാണ്. ഇങ്ങനെ ഒരു ഖിലാഫ് ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, ഖിലാഫ് ഉണ്ട് എന്നുള്ളത്. പെണ്ണുങ്ങളെ പേരാണ്, പെണ്ണുങ്ങളെ പേരാണ്. അല്ലല്ല, അത് അതിൽ തർക്കല്ല. വകദാലിക യൽസമുൽ കസ്റു ഫീ നഹ്വി ഹദാമി വ ഖതാമി എന്നുള്ള കുറച്ച് ശേഷം പറയുന്നുണ്ട്. അത് നമുക്ക് പറയാം. ഖൗലി ഷായിരി, അപ്പൊ തെളിവ് നമ്മൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് പറയും, റസൂലുള്ളാഹിന്റെ വാക്കിൽ നിന്ന് പറയും. വലിയ വലിയ മഹാന്മാരായ കവികളുണ്ടല്ലോ, അറബി കവികൾ, അവരുടെ വാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ തെളിവ് പറയും. ഇത് കസ്റിന്റെ മേൽ മബനിയാണ് എന്നുള്ള എനിക്ക്. ഇതിന് മാത്രമല്ല കേട്ടോ, ഇവിടെ ഇപ്പൊ കസ്റിന്റെ മേൽ മബനിയാണ് എന്നുള്ള എനിക്കുള്ള തെളിവാണ് പറയുന്നത്. ഇപ്പൊ ഖൗലി ഷായിരി, കവിയുടെ വാക്ക് പോലെ. എന്താ കവി പറഞ്ഞത്? ഇദാ ഖാലത്ത്, പറഞ്ഞാൽ. ഇദാ ഖാലത്ത്, പറഞ്ഞാൽ. ആര് പറഞ്ഞാൽ? ഹദാമി, ഹദാമി എന്ന പെണ്ണ് പറഞ്ഞാൽ. ശരിക്കും കാലത്ത് അതിന്റെ ഫായിലാണ് ഹദാമി. ഫായിലിനിക്ക് റഫ് ആണ് വേണ്ടത് അല്ലെ? ഖാലല്ലാഹു എന്നല്ല നമ്മൾ പറയല്. ഖാലല്ലാഹു ഫീൽ ആകുമ്പോ അതിന് ഫായിൽ വരുമ്പോ റഫാണ് സാധാരണ ഉണ്ടാവാറ്. ഇവിടെയും റഫ് തന്നെയാണ് വേണ്ടത്. പക്ഷെ ഹദാമി എന്നുള്ളത് കസ്റിന്റെ മേൽ മബനിയാണ്. മനസ്സിലായോ? ഓക്കെ ആണോ? അതായത് ഹദാമി എന്നത് കസ്റിന്റെ മേൽ മബനിയാണ് എന്നുള്ളതിന് തെളിവ് പറയാണ്. ഷായിർ പറഞ്ഞതുപോലെ, ഷായിർ കവികളൊക്കെ നല്ല സാഹിത്യകാരന്മാരാണ്, അവർ ഗ്രാമറിലൊക്കെ അഗ്രഗണ്യന്മാരാണ്. അപ്പൊ അവർ ഉപയോഗിച്ചതും തെളിവായിട്ട് വരും. ഇത് നമ്മൾ നിസ്കരിക്കണം, നോമ്പ് നോക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തെളിവല്ല. ഭാഷാപരമായ അറിവിനിക്ക് അവരുടെ വാക്കും നമ്മൾ എടുക്കും. ഇദാ ഖാലത്ത് ഹദാമി, ഹദാമി പറഞ്ഞാൽ ഫസദ്ദിഖൂഹ, ഫസദ്ദിഖൂ, നിങ്ങൾ ശരിയായി അംഗീകരിച്ചു കൊള്ളുക. ഹ, അവളെ. ഹദാമി പറഞ്ഞാൽ പിന്നെ നിങ്ങളത് കേട്ടോളി, അത് സത്യം തന്നെയാണെന്ന് മനസ്സിലാക്കിക്കോളി. കാരണം ഇന്നൽ കൗല, തീർച്ചയായും വാക്ക്, മാ കാലത്ത് ഹദാമി, ഹദാമി പറഞ്ഞതാ. ഹദാമി എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് കാര്യം. അതുകൊണ്ട് ഹദാമി പറഞ്ഞത് നിങ്ങൾ സത്യമാണ് എന്ന് വിശ്വസിച്ചോളീം, അംഗീകരിച്ചോളീം എന്നാണ് കവിതയുടെ ആശയം. അപ്പൊ ഈ കവിതയിൽ ഹദാമി എന്നത് ഫാഇലായി വന്നപ്പോൾ അതിന് റഫ് കിട്ടേണ്ട സ്ഥലമായിരുന്നു. അവിടെ കസ്റിന്റെ മേൽ മബനി ആയതുകൊണ്ട് ഹദാമി എന്ന് വായിച്ചു. ഓക്കെ ആണോ? അതുപോലെ വഫി അംസി, അംസി എന്നുള്ളതിലും, അംസി എന്നുള്ളതിലും കസ്റിന്റെ മേൽ മബനിയാണ്. അംസി, ഇന്നലെ, ഇന്നലെ എന്ന് നമ്മൾ പറയാലോ, അതിന് അംസി എന്നാ പറയാം. അതും കസ്റിന്റെ മേൽ മബനിയാണ്. എപ്പോ അംസി എന്നുള്ളത് എപ്പോഴാണ് കസ്റിന്റെ മേൽ മബനിയാകുക? ഇദാ ഉരീദ ബിഹി, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടാൽ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടാൽ. അൽ യൗം, ഒരു ദിവസം ഉദ്ദേശിക്കപ്പെട്ടാൽ. അല്ലദീ ഖബല യൗമിക, ഇന്നത്തെ നിന്റെ ദിവസത്തിന് മുമ്പുള്ള ദിവസം. ഇന്നത്തെ നിന്റെ ദിവസം ഉണ്ടല്ലോ, നീ ഉള്ള ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, അതിനു മുമ്പുള്ള ദിവസം, അതായത് ഇന്നലെ, അത് ഉദ്ദേശിക്കപ്പെടുകയാണെങ്കിൽ അംസി എന്നുള്ളത്
കസറിന്റെ മേൽ മബിനിയാണ്. തിന്നോ അംസി കസറിന്റെ മേൽ മബിനിയാണ്. അത് അംസിക്ക് ഏതർത്ഥം ഉദ്ദേശിക്കണം? ഏതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്? ഇന്നലെ എന്നുള്ള അർത്ഥം ഉദ്ദേശിക്കുമ്പോൾ അംസി എന്നുള്ളതും കസറിന്റെ മേൽ മബിനിയാണ്. അതിനും കവിയുടെ അത് നിർത്തുമ്പോ അങ്ങനെയൊക്കെ പറയും. നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ കൊണ്ട് പറയും, അതെല്ലാം പറയും. അപ്പോൾ നമ്മൾ പറയില്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് പറയാം. ശരിക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമി എന്നുണ്ടാവും അവിടെ ആയത്തില്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ് നമ്മൾ വഖഫ് ചെയ്യും, അവിടെ ശരിക്കും എന്താ ഉണ്ടാകുക? ഖുൽ ഹുവല്ലാഹു അഹദുൻ എന്നുണ്ടാവും. വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ സുക്കൂൻ കൊണ്ട് പറയാം. അംസ് അൽയൗം അതൊക്കെ സുക്കൂൻ കൊണ്ട് പറയാം. അത് വഖഫ് നിർത്തുന്ന സമയത്ത് പറയണതാണ്. ശരിക്കും അതിന്റെ അസ്ല് അംസി എന്നാണ്. അംസി കസറിന്റെ മേൽ അഭിനയം. എഴുതുമ്പോൾ അംസി തന്നെ എഴുതേണ്ടി വരും. പക്ഷെ അറബിയിൽ നമ്മളെ ഹർക്കത്ത് ഇടുള്ളൂ, അറബിയിൽ ഹർക്കത്ത് ഇടൂല്ലോ. അവിടുത്തെ കടകളുടെ പേരിലൊക്കെ നമ്മൾ ആ ഹർക്കത്ത് കണ്ടുകൂടാം. ഗൾഫിലുള്ള കടകളുടെ പേരിലേ ഹർക്കത്തുണ്ടോ? ഖുർആനുള്ളതുപോലെ ഫത്തുവും കസറും നമുക്കുണ്ടോ? അത് ഇതാണ്, അത് ഹർക്കത്ത് ഇടൂല. നമ്മളിപ്പോ ഇതിലിപ്പോ എന്ത് ചെയ്യും? നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഹർക്കത്ത് ഇടലാണ്. ഖുർആനിൽ പിന്നെ ഹർക്കത്ത് ഇടുന്നത് തെറ്റായി ഓതാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇങ്ങനെ ഒരു ഉദാഹരണം പറയാം. സെയ്ദ് അമ്രിനെ അടിച്ചു. അതിന് അറബിയിൽ പറയാം ലറബ സെയ്ദുൻ അമ്രൻ എന്നാ പറയാം. ലറബ അടിച്ചു, സെയ്ദുൻ സെയ്ദ് അടിച്ചു, അമ്രൻ അമ്രിനെ അടിച്ചു. അവിടെ അറക്കത്തിട്ട് കൊടുത്തിട്ടില്ലെങ്കിലേ ആളുകൾ എങ്ങനെ വായിക്കും? ചിലപ്പോ ലറബ സെയ്ദൻ അമ്രുൻ, അമ്രു സെയ്ദിനെ അടിച്ചു എന്നും പറയും. വായിച്ചു കഴിഞ്ഞാലേ വായനക്കനുസരിച്ച് മാറ്റം വരും, ഇറാബ് കൊടുക്കുന്നതിനനുസരിച്ച് മാറ്റം വരും. അപ്പൊ അമ്രു സെയ്ദിനെ അടിച്ചു എന്നാവും. നേരെ തിരിഞ്ഞില്ല മീനിങ് അർത്ഥം നേരെ തിരിഞ്ഞല്ലോ, മാറിയല്ലോ. തിരിഞ്ഞില്ല പറഞ്ഞാലും മാറിയല്ലോ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഹരക്കത്ത് ഇടുന്നതാണ് ഖുർആനിൽ, തെറ്റണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ തെറ്റി പോകുന്ന ഒരു രൂപം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് മറ്റേ ഗ്രാമറും കാര്യങ്ങളൊക്കെ ശരിയാക്കണമെന്ന് ഇമാം അലി റളിയല്ലാഹു അൻഹുവും ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമറിനെ രൂപം കൊള്ളുന്നത്. പിന്നെ അതിനുശേഷം ഹജ്ജാജ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് നഹ്വിനെ ഒരു വിജ്ഞാന ശാഖയായിട്ട് വരുന്നത്, ഗ്രാമർ നിയമങ്ങൾ. കാരണം പിന്നെ ഇസ്ലാം വ്യാപിച്ചല്ലോ. മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു? മക്കയിലും മദീനത്തും മാത്രമല്ല എല്ലാ സ്ഥലത്തും എത്തി. അപ്പൊ അവിടെയുള്ള ആളുകളുമായി കൂടിച്ചേർന്ന് ഭാഷകളിൽ ഒരുപാട് വൈവിധ്യങ്ങൾ ഉണ്ടായി. ഉറുദു ഭാഷ ഉണ്ടായി, അതുപോലെ മറ്റു ഭാഷകളൊക്കെ ഉണ്ടായി. അപ്പൊ പിന്നെ ആളുകൾ തോന്നുന്ന പോലെ വായിക്കാൻ തുടങ്ങി. അപ്പൊ അതിനൊരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരേണ്ട ആവശ്യം വന്നു. അങ്ങനെ കൊണ്ടുവന്നതാണ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്തും ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തൊക്കെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തൊക്കെ ഖുർആൻ ക്രോഡീകരിച്ചതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് വായിക്കുകയും അർത്ഥം വെക്കുകയും തുടങ്ങും, ഓതുകയും ചെയ്യും. അങ്ങനെ പിന്നെ പുള്ളി ഉണ്ടായിരുന്നില്ല. ആദ്യം ഖുർആനിൽ പുള്ളി ഉണ്ടായിരുന്നില്ല. പുള്ളി ഹജ്ജാജ് ഇബ്നു യൂസുഫ് റളിയല്ലാഹുവിൻ്റെ കാലത്താണ് പുള്ളി കൊണ്ടുവരുന്നത്. ഹർക്കത്ത് ഉണ്ടായിരുന്നില്ല, ഹർക്കത്തിട്ടു. കാരണം പുള്ളി ഇട്ടിട്ടില്ലെങ്കിൽ അക്ഷരം ബ ആണോ നൂനാണോ അല്ലെങ്കിൽ ത ആണോ യാ ആണോ എന്നൊന്നും അറിയാൻ പറ്റൂല. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെയും ഉണ്ട്. അപ്പൊ ഇവിടെ അംസി എന്നതും കസറിന്റെ മേൽ മബിനിയാണ്, ഹദാമി എന്നതും കസറിന്റെ മേൽ മബിനിയായതിന് ഉദാഹരണമാണ്, ഹൗലായി എന്നതും കസറിന്റെ മേൽ മബിനിയായ ഉദാഹരണമാണ്. അപ്പൊ ഇവിടെ ഒരു ബൈത്ത് പറയാണ്. അതെ. പക്ഷെ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ബനു തമീമുകാർ പറയുന്നത് വേറെയാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത വരി തന്നെ അത്. അടുത്ത വരിയിലെ പറയുന്നുണ്ട് ബനു തമീമുകാർ അതിൽ ഒരു വ്യത്യാസമുണ്ട്. ഏതില്? ഹദാമിയിലും അംസിയിലും കത്താമിയിലും ഒക്കെ. ഹൗലായിൽ വ്യത്യാസമല്ല. ഹൗലായി എന്നുള്ളത് ബനു തമീമുകാരും ഹിജാസുകാരും ഒക്കെ പറയുന്നത് ഒരേപോലെയാണ്.
ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പേരാണ്. ഹദാമീന്ന് പേരിടും. പെണ്ണുങ്ങൾക്ക് ഇടുന്ന പേരാണ്. ആ പേരാണ്. അതില് അർത്ഥം നമുക്ക് പറയാം. അതിന് പ്രത്യേകിച്ച് അർത്ഥം പേരിടുമ്പോൾ വേണമെന്നില്ല. ആളുകൾക്ക് പേരിടുന്ന സമയത്ത് പിന്നെ നമ്മളതിൻ്റെ അത് നോക്കണം. അതിനർത്ഥം നോക്കിയിട്ട് പറയാം. ആ മൂന്നക്ഷരം വരുമ്പോൾ എങ്ങനെയാണ് അർത്ഥം വരിക എന്നുള്ളത് നോക്കി ഞാൻ പറയാം. ഹദമ എന്നാണ് അതിൻ്റെ മതിയായ ഫീല്, ഒരു മൂന്നക്ഷരമുള്ള ഫീല്. ജസ്റ്റ് നോക്കാം. ഹദാമി എന്ന് പറഞ്ഞാൽ മുറിക്കുന്നവനാണ് കേട്ടോ. അതായത് മുറിക്കുന്ന പെണ്ണ്. ഹദമ എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നാണ്. ഹദാമി എന്ന് പറഞ്ഞാൽ മുറിക്കുന്ന പെണ്ണ്. ഖതാമി എന്ന് പറഞ്ഞാലും അതന്നെ അർത്ഥം. ആ ഓക്കെ അല്ലേ? ഇനി അതിനൊരു തെളിവ് പറയണം. അംസി എന്നുള്ളത് കസനവിൽ അഭിനയത്തിന്റെ തെളിവ് പറയാണ്. അൽ യൗമ, ഇന്ന്, അഅലമു, ഞാൻ അറിയും, മാ യജീഉ ബിഹി, എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് എനിക്കറിയാൻ പറ്റും. മല, കഴിഞ്ഞു പോയതും അറിയാൻ പറ്റും. ബി ഫസ്ലി കലാഇഹി, അള്ളാഹുവിന്റെ കലായിൽ കഴിഞ്ഞു പോയതും. അംസി, ഇന്നലെ കഴിഞ്ഞു പോയതും. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ഇന്നലെ പോയതും അതുപോലെ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളും എനിക്കറിയാം. നമ്മൾ പറയില്ലേ, ഇന്നലത്തതും എനിക്കറിയാം, ഇന്നത്തതും എനിക്കറിയാം, എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതെന്ന് എനിക്കറിയാന്ന് പറയില്ലേ, ആ ഒരു പദ്യത്തിന്റെ വരി. ഇതിൽ അംസി എന്ന് കസറിന്റെ മേൽ അഭിനയായിട്ടാണ് ഉപയോഗിച്ചത്. അംസി, കസറിന്റെ മേൽ അഭിനയം. മനസ്സിലായില്ലേ? ഒരു പദ്യം പറഞ്ഞതാണ്, തെളിവ് പറഞ്ഞതാണ്. ഇനി വലാക്കിൻ, പക്ഷേ, നമ്മൾ അതിന്റെ ഖിലാഫ് പറയാട്ടോ. വലാക്കിൻ, പക്ഷേ, ഹാദ, ഈ പറഞ്ഞത്, ഫി ലുഗത്തി അഹ്ലുൽ ഹിജാസി, അഹ്ലുൽ ഹിജാസുകാരുടെ ഭാഷയിലാണ്. അഹ്ലുൽ ഹിജാസുകാരുടെ ഭാഷയിലാണ്. അപ്പോ അവർക്ക് എതിരുള്ള ആളുകളാണ് ബനൂ തമീം. അമ്മ ബനൂ തമീമിൻ, അപ്പോൾ ബനൂ തമീമുകാരോ, അപ്പോൾ ബനൂ തമീമുകാർ, ഫബഅലുഹും, ബനൂ തമീമുകാരിലെ ചിലർ, യുഇരിബൂന, അവർ മുഅറബാക്കുന്നു, അതായത് അഭിനയാക്കൂല, അവർ എന്താക്കും, മുഅറബാക്കും, നഹ്വ ഹദാമി, ഹദാമി പോലോത്തതിനെ, ഇഅ്റാബ ഗൈറിൽ മുൻസരിഫി, ഗൈർ മുൻസരിഫിന്റെ ഇഅ്റാബ്, ശേഷം വരും ഒരു മുൻസരിഫിന്റെ ഇറാബ്. ഒരു മുൻസരിഫിന്റെ ഇറാബ് എന്ന് പറഞ്ഞാല് റഫ് ലമ്മത്ത് കൊണ്ട് കഴിച്ചാ കാലഘട്ടം അത് നീക്കി വെച്ച പോലെ നിങ്ങൾ തട്ടി വീഴും. ബെഞ്ചി 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 വരും. അന്ന് ഗുണ
അപ്പോൾ ഒയർ മുൻസരിഫിന്റെ ഇറാബ് ചെയ്യും. നമ്മൾ ഒയർ മുൻസരിഫിന്റെ ഇറാബ് ശേഷം വരുന്നുണ്ട്, നമുക്ക് അവിടെ വിശദീകരിച്ച് പറയാം. ഇപ്പം മനസ്സിലാക്കുക, ഹദാമി എന്നത് ഒയർ മുൻസരിഫിന്റെ ഇറാബ് ചെയ്യും മുത്തലക്കൻ, ഒരു നിബന്ധനയുമില്ലാതെ ഹദാമി എന്നുള്ളത് ഒയർ മുൻസരിഫിന്റെ ഇറാബ് ചെയ്യും എന്ന് പറഞ്ഞു. അക്സറുഹും എന്നാൽ ബനു തമീമുകാരിൽ അധികം ആളുകളും യബ്നൂന അവർ മബിനിയാക്കുന്നു മാ കാന ആഖിറുഹു റാഅൻ, റാ ആയ ഹദാമി എന്ന് പറഞ്ഞില്ലേ, അതേ വസനിൽ വരുന്ന അവസാനം റാ വരുന്നതിനൊക്കെ അവർ മബിനിയാക്കും. ഏതുപോലെയൊക്കെ വബാരി പോലെ, വബാരി എന്നുള്ളത് ഒരു പേരാണ്, അതിന്റെ അവസാനം റാ ആണ്. അങ്ങനെ റാ അവസാനം വരുന്ന ഫആലി വസനിലെ പേരുകൾക്ക് ചിലരെന്ത് ചെയ്യും, കൂടുതൽ ആളുകളും മബിനിയാക്കുകയാണ് ചെയ്യാം. മനസ്സിലായോ? ഇല്ല, അർത്ഥമൊന്നും മാറൂല. അപ്പൊ ഇറാബ് ചെയ്യുന്ന അർത്ഥം, ഒരാളെ പേരല്ലേ, ആ പേരിന് ഇറാബ് കൊടുക്കുന്നു. അപ്പൊ സൈദുൻ എന്ന് വായിച്ചാലും സൈദൻ എന്ന് വായിച്ചാലും സൈദിൻ എന്ന് വായിച്ചാലും അർത്ഥം മാറുന്നില്ലല്ലോ. അതേപോലെ ഇവിടെയും ഹദാമി എന്നുള്ളത് ഇവർ പറയും, ഹദാമി എന്നുള്ളത് കസറിന്റെ മേൽ അഭിനയാണെന്ന് നമ്മൾ പറയും, ഹിജാസിന്റെ ആളുകൾ പറയും. ഇവര് പറയും കസറിന്റെ മേൽ അഭിനയ അല്ല, അത് മുറബാണ്. അർത്ഥമൊന്നും വ്യത്യാസമല്ല. നമ്മള് ഹിജാസുകാര്, അഹ്ലുൽ ഹിജാസുകാർ, നമ്മൾ നേരത്തെ കട്ടി കൂടിയിട്ട് പറഞ്ഞില്ലേ, ലുഗത്തി അഹ്ലുൽ ഹിജാസ്. ഇനി കേട്ടോട്ടോ, വയുരിബൂന ഈ അധികരിച്ച ആളുകൾ മുറബാക്കും ഒയറഹു അതല്ലാത്തതിനെ, അവസാനം റാ അല്ലാത്തതിനെ മുറബാക്കും. ഇറാബ ഒയറിൽ മുൻസരിഫി, ഒയർ മുൻസരിഫിന്റെ ഇറാബ് കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഹദാമി എന്നതും ഖതാമി എന്നതും വബാരി എന്നതും അഹ്ലുൽ ഹിജാസുകാരുടെ അടുക്കലൊക്കെ കസറിന്റെ മേലും അഭിനയാണ്, എല്ലാം കസറിന്റെ മേലും അഭിനയം. എന്നാൽ ബനു തമീമുകാർ രണ്ട് അഭിപ്രായക്കാരാണ്. ഒരു ടീം പറയും അത് അവരൊക്കെ പറയും, അത് നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ കണ്ടോ, മിനൽ അഅലാമിൽ മുഅന്നസത്തില്ലത്തി അലാ വസ്നി ഫആലി, ഫആലി വസ്നിക്ക് വരുന്ന എല്ലാ മുഅന്നസായ ഫീലുകളും, എല്ലാ മുഅന്നസായ പേരുകളും, അത് ഹിജാസുകാര് ഫആലി വസ്നിക്ക് വരുന്ന പെണ്ണുങ്ങൾക്ക് വെക്കുന്ന പേര് മുഴുവനും എന്താണ്, മബിനിയാണ് എന്നാണ് അഹ്ലുൽ ഹിജാസുകാർ പറയാം. എന്നാൽ ബനു തമീമുകാർ പറയാ, അവർ പറയും ഹദാമി എന്നുള്ളത് ഒയർ മുൻസരിഫിന്റെ ഇറാബാണ്, മബിനി അല്ല, മുറബാണ് എന്ന് പറയും ചില ആളുകൾ. അധികം ആളുകളും പറയും റാ ആണെങ്കിൽ മബിനിയാണ്, അവസാനം റാ ആണ് എങ്കിൽ മബിനിയാണ്, റാ അല്ലെങ്കിൽ മുറബാണ് എന്ന് പറയും. പിന്നെ അവസാനം റാ അല്ലെങ്കിൽ മുറബാണ്. അപ്പോ ബനു തമീമുകാരന്റെ രണ്ടഭിപ്രായക്കാരായി. ബനു തമീമുകാരിൽ കുറച്ചാളുകളുണ്ട്, കൂടുതൽ ആളുകളുടെ അഭിപ്രായമുണ്ട്. കുറച്ചാളുകൾ പറയുന്നത് മബിനിയേ അല്ല, കൂടുതൽ ആളുകളും പറയുന്നത് അവസാനം റാ ആണെങ്കിൽ മബിനിയാണ്, റാ അല്ലെങ്കിൽ മുറബാണ്. ഓക്കേണോ? ഇനി നോക്കണേ, അപ്പൊ അതിൽ ഖിലാഫ് ഉണ്ട്. അമ്മ അംസി, അപ്പോൾ അംസി എന്നുള്ളത് ശ്രദ്ധിക്കണേ, അപ്പോൾ അംസി എന്നുള്ളത് ഇപ്പൊ ബഅലുഹും ബനു തമീമുകാരിൽ ചിലർ യുരിബൂന മുത്തലക്കൻ, അത് എപ്പോഴും മുറബാണ് പറയും. അവര് അംസന്നും അംസിന്നും അംസുന്നൊക്കെ പറയും. അംസി എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലേ, ഹിജാസിന്റെ ആളുകൾ പറഞ്ഞല്ലോ, ഇന്നലെ എന്നുള്ള അർത്ഥത്തിനാണെങ്കിലേ അത് മബിനിയാണ്. അപ്പോൾ അംസി എന്നുള്ളത് ഇവര് പറയും മുറബാണ് പറയും, മബിനി അല്ല എന്ന് പറയും. ബഅലുഹും ചിലര് ബനു തമീമുകാരിൽ ചിലർ യുരിബൂനഹു അവർ മുറബാക്കും ബിൽ ലമ്മത്തി, ലമ്മത്ത് കൊണ്ട് റഫിന്റെ അവസരത്തിൽ ലമ്മു കൊടുക്കും, അംസു എന്ന് കൊടുക്കും. വയബ്നൂനഹു അൽ കസ്രി ജർറൻ വനസ്ബൻ, ജറിന്റെയും നസ്ബിന്റെയും അവസരത്തിൽ കസ്റിന്റെ മേൽ മബിനിയാക്കും. അപ്പൊ ഇവര് രണ്ടെണ്ണം ആക്കും. അംസി എന്നുള്ളത് നമ്മൾ പറഞ്ഞു മബിനിയാണ് എന്ന്, ഇന്നലെ എന്നുള്ള അർത്ഥത്തിന് വരുന്ന അംസി എന്നുള്ളത് മബിനിയാണ് എന്ന് അഹ്ലുൽ ഹിജാസുകാർ പറഞ്ഞു. ബനു തമീമുകാർ പറയണത് മുറബാണ്,
ജറും കിട്ടും, റഫും കിട്ടും, നസ്ബും കിട്ടും പറഞ്ഞു. എന്നാൽ ചിലർ പറഞ്ഞു ലമ്മത്ത് റഫിൻ്റെ അവസരത്തിൽ ലമ്മ് കൊടുക്കും, എന്നാൽ ജറിൻ്റെയും നസ്ബിൻ്റെയും അവസരത്തിൽ അത് കസറിൻ്റെ മേൽ മബിനി ആയിരിക്കും എന്ന് പറഞ്ഞു. ബേജാറാവണ്ട, ഇത് എന്താണ് ഓരോ അഭിപ്രായങ്ങളാണ്. നമ്മളിപ്പോൾ നമ്മുടെ അഭിപ്രായം സ്ട്രോങ് അഭിപ്രായം പറഞ്ഞു. ഇത് മുജിത്തഹിദിന് നമ്മൾ ഷാഫി ഇമാമു എന്നൊക്കെ പറയില്ലേ ഫിഖഹിന്റെ വിഷയത്തിൽ, ഫിഖഹിലെ ഷാഫി ഇമാമിനെ പോലത്തെ വലിയ വലിയ അതുപോലെ നഹവിന്റെ വിഷയത്തിൽ മുജിത്തഹിദായ ഒരാളുടെ കിതാബാണിത്, ചില്ലറ കിതാബല്ലത്. നമ്മൾ ഓതുന്ന കിതാബ് നഹവ് വിഷയങ്ങളിൽ മുജിത്തഹിദായ ആളുടെ കിതാബാണ്. അതിന് ഷർഹാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ കേരളക്കാരായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്തത്. അപ്പൊ നമ്മൾ ആ ഒരു ലെവല് കീപ്പ് ചെയ്യണല്ലോ. സാധാ ഒരു എന്താ പറയാ, അത് കസറിന്റെ മേലുണ്ട്, അതിന്റെ മേലുണ്ട്, ലമിന്റെ മേലുണ്ട് എന്ന് പറഞ്ഞ ഒറ്റ ഒഴുക്കം പോക്ക് പോയപ്പോഴല്ലോ. അതുകൊണ്ടാണ് ഡിസ്കഷൻ നടത്തിയതാ. ചുരുക്കത്തിൽ ഹഉലാഇ എന്നുള്ളതിൽ മുറബാണ്. ലമ്മിന്റെ അവസരത്തിന് മാത്രമേ മുറബാവുള്ളൂ എന്ന് പറയും. അതൊരു ഒരു ഉണക്ക വർത്താനാണത്. ഒന്നിരിക്കും എല്ലാ സമയത്തും മുറബ് എന്ന് പറയാം, അല്ലെങ്കിൽ മബിനി പറയാം. ചോലത്ത് തെളിവുണ്ടാവട്ടോ, നമ്മൾ ഉണക്കാന്ന് പറയാമെങ്കിലും അവര് നമ്മളെ പോലുള്ള ആളുകളല്ല, അവരും നമ്മൾ വലിയ വലിയ ആളുകളാണ്. നമ്മളെ അഭിപ്രായം മുന്തിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് പറയലോ. നമ്മളിപ്പോൾ ചോലോട് ചോദിക്കാം, നിങ്ങൾ ഒന്നിരിക്കും മുറബ എന്ന് പറയും അല്ലെങ്കിൽ മബിനിയ എന്ന് പറയും. ഇത് രണ്ടും പാടെ എങ്ങനെ പറയാ? ചോലത്ത് അതിന് ന്യായം ഉണ്ടാവും, നമുക്ക് ആ ന്യായം അറിയില്ല. അപ്പൊ ഇവിടെ ചുരുക്കി പറഞ്ഞാല് മബിനിയിൽ ഒന്നാമത്തെ ഇനം കസറിന്റെ മേൽ മബിനിയാണ്. അതിന് ഉദാഹരണം ഹൗലായി, ഹദാമി, അംസി. ഇത്ര മതി ഇപ്പോൾ ഇതിൽ ചർച്ച ചെയ്തത്. പിന്നെ അതിൽ ചർച്ച ചെയ്യാണ് ഹൗലായി എന്നുള്ളതില് ലോകത്ത് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമല്ല. ഹൗലായി എന്നുള്ളതിൽ ലോകത്ത് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമല്ല. ശരി സാർ. അപ്പൊ അത് ഒന്ന്. പിന്നെ ഹദാമി എന്നത് ബനൂ തമീമുകാർ പറയുന്നത് ഹദാമി എന്നുള്ളത് മുറബാണ്. വളരെ കുറഞ്ഞ ആളുകൾ പറയുന്നത് മുറബാണ്. എന്നാൽ കൂടുതൽ ആളുകളും പറയുന്നത് ഹദാമി എന്നുള്ളത് അതുപോലത്തത് അവസാനം റാ ആണെങ്കിൽ മബിനിയാണ്, റാ അല്ലെങ്കിൽ മുഅറബാണ്. അവസാനം റാ വബാരി പോലെ അവസാനം റാ ആണെങ്കിൽ മബിനിയാണ്, റാ അല്ലെങ്കിൽ മുഅറബാണ്. മറ്റൊരു പറയണത് എന്തായാലും റാ ആവട്ടെ റാ അല്ലാത്തതാവട്ടെ ഏതക്ഷരാവട്ടെ അവസാനം ഏതക്ഷരായാലും എന്താണ് മുഅറബാണെന്നാണ് കുറച്ചാളുകൾ പറയുന്നത്. പിന്നെ അംസിന്റെ അവിടെ ചിലർ പറഞ്ഞു അംസി എന്നുള്ളത് മുഅറബാണ്. അത് റഫിന്റെ അവസരത്തിലാവട്ടെ, ജറിന്റെ അവസരത്തിലാവട്ടെ, നസ്ബിന്റെ അവസരത്തിലാവട്ടെ അംസ, അംസി, അംസു എന്നൊക്കെ പറയും എന്ന് പറയും. എന്നാൽ മറ്റൊരു പറഞ്ഞു ലമ്മിന്റെ അവസരത്തിൽ അംസു എന്ന് പറയാം, എന്നാൽ ജറിന്റെയും നസ്ബിന്റെയും അവസരത്തിൽ അത് മബിനിയാണ് എന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഇതും കൂടി പറയാട്ടോ. വൽ ഖിസ്മു ഥാനി, രണ്ടാമത്തെ കിസ്മ് മാ യുബ്ന അലൽ ഫത്ഹി, ഫത്ഹിന്റെ മേൽ മബിനിയാക്കപ്പെടുന്നതാണ്. അപ്പൊ ഒന്നെന്താണ് കസറിന്റെ മേൽ മബിനി, രണ്ട് ഫത്ഹിന്റെ മേൽ മബിനി. വദാലിക, അത് ഏതുപോലെ അഹദ അശറ, കണ്ടോ? അഹദ അശറ, അഹദ എന്നുള്ളതിനും ഫത്ഹിന്റെ മബിനിയാണ്, അശറ എന്നുള്ളതും ഫത്ഹിന്റെ മബിനിയാണ്. അതുപോലെ അഖവാത്തിഹി, അതിന്റെ സഹോദരിമാർ, അതിന് സഹോദരിമാരുണ്ട്. ഏതൊക്കെ സഹോദരിമാര്? മിൻ സലാസത്ത അശറ ഇലാ തിസ്അത്ത അശറ, 13 മുതൽ 19 വരെ. സലാസത്ത അശറ മുതൽ 13 മുതൽ 19 വരെ. തഖൂലു, അപ്പോൾ നീ പറയും ജാഅനി അഹദ അശറ റജുലൻ, എൻ്റെ അടുക്കൽ 11 പുരുഷന്മാർ വന്നു. വറഅയ്തു അഹദ അശറ റജുലൻ, ഞാൻ 11 പുരുഷന്മാരെ കണ്ടു. മറർത്തു ബി അഹദ അശറ റജുലൻ, അതൊക്കെ ജറിന്റെ അവസരത്തിലും അഹദാന്ന പറഞ്ഞ്, റഫിന്റെ അവസരത്തിലും അഹദാന്ന പറഞ്ഞ്, നസ്ബിന്റെ അവസരത്തിലും അഹദാന്ന പറഞ്ഞു. ഒക്കെ ഫത്ഹിന്റെ മബിനി. ഓക്കെ ആണോ?
ക്ലിയർ ആണോ? ഇവിടെ ഇഹിത അത് പെണ്ണാവുമ്പോഴാട്ടോ ഇഹിത. പെണ്ണാവുമ്പോ ഇഹിത എന്ന് പറയും. നമ്മൾ പുരുഷനല്ലേ ഇവിടെ, റജുലു എന്നല്ലേ. റജുലു എന്നാകുമ്പോ അഹദ അഷറ അതിന് താവുണ്ടാവും. മറ്റേത് ഇഹിദ അഷറത്ത എന്നാ പറയാം പെണ്ണാവുമ്പോ. ഇഹിദ അഷറത്ത മനസ്സിലാണ്ടോ? ഇഹിദാഷർ അത് അവസാനത്തെ താഴ് കളഞ്ഞിട്ട് പറയാം. അവസാനം ഒരു താഴ് ഉണ്ടാവും ഇഹിദാഷർ. അതെ, നമ്മളിപ്പോ തന്നെ അല്ലേ മലയാളത്തിൽ സംസാരിക്കുമ്പോ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ മിസ്സാക്കുമല്ലോ, അതേപോലെ ആണോ. ബി ഫത്ഹിൽ കലിമത്തൈനി എന്താ പറഞ്ഞേ? ഇഹദ അഷറത്താണ് പെണ്ണിന് ഉപയോഗിക്കുക. ഇവിടെ ആണായതുകൊണ്ടാണ് റജുലൻ. പെണ്ണ ജാഅത്തിനി ഇഹദ അഷറത ഇംറഅതൻ എന്ന് പറയും. അതെ അതെ, 13 മുതൽ 19 വരെ. 13 മുതൽ 19, 12 വരില്ല കേട്ടോ. 12 മുഹറമാണ്. ഇസ്നൈ അഷറ എന്നാ പറയാം ജറിന്റെ അവസരത്തിൽ. മറ്റേത് ഇസ്ന അഷറ റഫിന്റെ അവസരത്തിൽ. നോക്കണേ. അപ്പൊ ഇവിടെ നോക്ക്. ജാഅനി അഹദ അശ്റ റജുലൻ വറഅയ്തു അഹദ അശ്റ റജുലൻ വമറർതു ബി അഹദ അശ്റ റജുലൻ ബിഫത്ഹിൽ കലിമത്തൈനി ഫിൽ അഹ്വാലി സലാസത്തി. 3 അവസ്ഥകളിലും 2 കലിമത്തിനും ഫത്ഹ് കൊണ്ട്. 3 അവസരങ്ങളിൽ ജറിന്റെ അവസരത്തിലും നസ്ബിന്റെ അവസരത്തിലും റഫിന്റെ അവസരത്തിലും ഒക്കെ ഫത്ഹ് കൊണ്ട്. വകദാലിക അതുപോലെ തന്നെയാണ് അഖവാത്തുഹു ഈ അഹദ അശ്റയുടെ സഹോദരിമാരും ഫി ലുസൂമിൽ ഫത്ഹി ഫത്ഹിനെ നിർബന്ധമാക്കുന്ന വിഷയത്തിൽ ലിൽ കലിമത്തേന് 2 കലിമത്തിനും ഒന്നിനല്ല. സലാസത്ത അതിനും അഷറക്കും, അർബഅത്ത അതിനും അഷറക്കും, ഖംസത്ത അഷറ, സിത്തത്ത അഷറ, സബഅത്ത അഷറ, സമാനിയത്ത അഷറ, തിസ്അത്ത അഷറ. ഇവകളൊക്കെ എന്താണ് അവിടെയൊക്കെ 2ഉം ഫത്ഹിന് ലഭിക്കുകയാണ്. ഫിൽ അഹ്വാലി കുല്ലിഹ 3 അവസ്ഥകൾ. എല്ലാ അവസ്ഥകളിലും എന്ത് ചെയ്യും? ഇങ്ങനെ തന്നെ കൊടുക്കും. ഏത് 2ഉം വരും. 2ന്റെയും 10 വരും. 2 കലിമത്തിനും. അഹദ അഷറ എന്ന് പറഞ്ഞാൽ അഹദ എന്നുള്ള ഒരു കലിമത്താണ്, അഷറ വേറൊരു കലിമത്താണ്. അഹദ അഷറ. അപ്പൊ 2 കലിമത്തും 10 തന്നെയാണ്. എല്ലായിടത്തും 2 വരുന്നല്ല കേട്ടോ. 10 അഭിനയൊക്കെ 2 വരുന്നല്ല. ഇത് ഉദാഹരണം പറഞ്ഞോടത്ത് ഇത് 2 ഉണ്ടെന്നാണ്, ഇതിൽ 2 ഉണ്ടെന്നാണ്. ഇനി 10 അഭിനയുള്ള വേറെ ഉണ്ട്. അതെ അതെ, 2ന്റെ അവസാനമാണ്. 2 പദാണ്, അതുകൊണ്ടാണ് 2 അവസാനം നോക്കിയത്. ഒറ്റ പദാണെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം നോക്കുള്ളൂ. ഒറ്റ പദമാണെങ്കിൽ ഏറ്റവും അവസാനം നമ്മൾ നോക്കുള്ളൂ. അതിനപ്പോ അവസാനം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. ഇത് 2 പദമായതുകൊണ്ട് 2 അവസാനം ഉണ്ട്. ആ 2 പദത്തിലും 10 രൂപ. ക്ലിയർ അല്ലേ? അപ്പോ ചുരുക്കത്തില് നമ്മള് മബ്നിയെ കുറിച്ചാണ് പറഞ്ഞത്. കസറിന്റെ മേൽ മബ്നി, ഫത്ഹിന്റെ മേൽ മബ്നി, ലമ്മിന്റെ മേൽ മബ്നി, സുക്കൂന്റെ മേൽ മബ്നി, അങ്ങനെ 4 ഐറ്റം ഉണ്ട്. അതിൽ 2 എണ്ണം നമ്മൾ എന്ത് ചെയ്തു? വിശദീകരിച്ചപ്പോൾ പറഞ്ഞു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞോളെ. ലമ്മിന്റെയും കുറച്ച് കൂടുതൽ ചർച്ച ഉണ്ട് കേട്ടോ. ലമ്മിന്റെ അടുത്ത് കുറച്ച് കൂടുതൽ ചർച്ച ഉണ്ട്.